ആം ആദ്മി പാർട്ടിയിലെ ഭൂരിഭാഗം രാജ്യസഭാ എംപിമാരും ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി ബൽബീർ സിംഗ് സീചേവാൽ എം.പി. തന്നെയും കൂറുമാറ്റത്തിനായി ചിലർ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ അത്തരം വാഗ്ദാനങ്ങൾ താൻ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. തന്നെ പാർലമെന്റിലേക്ക് അയച്ചവരെ ചതിക്കാനാകില്ലെന്നും എ.പി. രാജ്യസഭാ അംഗം വ്യക്തമാക്കി. പാർട്ടി വിട്ട് വിക്രംജിത് സിംഗ് സാനി തന്നെ ഫോണിൽ വിളിച്ചിരുന്നതായി സീചേവാൽ വെളിപ്പെടുത്തി. പഞ്ചാബിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ആസാദ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സ്വതന്ത്ര ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്നും അതിൽ ചേരണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ നിർദ്ദേശം താൻ നിരസിച്ചതായും ബൽബീർ സിംഗ് സീചേവാൽ പറഞ്ഞു. എന്നെ പാർലമെന്റിലേക്ക് അയച്ചവരെ ചതിക്കാൻ എനിക്കാകില്ല. എന്നെ രാജ്യസഭയിലേക്ക് അയച്ചത് ആം ആദ്മി പാർട്ടിയാണ്. പാർട്ടിയോടും എന്നിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളോടും നീതി പുലർത്തുക എന്നതാണ് എന്റെ കടമ, സീചേവാൽ പറഞ്ഞു. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നടപടിയെ സീചേവാൽ രൂക്ഷമായി വിമർശിച്ചു. പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പദവികളും അനുഭവിച്ചവർ ഇപ്പോൾ പാർട്ടി വിട്ടത് വിശ്വാസവഞ്ചനയാണ്. ചദ്ദയെ പോലുള്ളവർ എന്തിന് പാർട്ടി വിട്ടു എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് അവർ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചാബിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ സീചേവാൽ രാഷ്ട്രീയ കൂറുമാറ്റങ്ങളുടെ ഈ കാലത്ത് തന്റെ ധാർമ്മികമായ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. 10 എംപിമാരിൽ 7 പേരും ബി.ജെ.പിയിൽ ചേർന്നതോടെ സഞ്ജയ് സിംഗ്, N.D. ഗുപ്ത എന്നിവർക്കൊപ്പം സീചേവാൽ മാത്രമാണ് ഇപ്പോൾ എ.പി.യിൽ അവശേഷിക്കുന്ന രാജ്യസഭാംഗം. താൻ എന്നും പഞ്ചാബിലെ ജനങ്ങൾക്കും പരിസ്ഥിതിക്കും വേണ്ടി നിലകൊള്ളുമെന്നും അധികാരത്തിന് വേണ്ടി ആദർശങ്ങൾ ബലികഴിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു.